ഞാൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. ഒരു ബുദ്ധിമുട്ടും കാണിച്ചിരുന്നില്ല. വളരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പേ ഒരു സാധാരണ ചുമട്ടുതൊഴിലാളി, അസാധാരണ വ്യക്തി. ജീവിതം ചിലപ്പോൾ വളരെ സാധാരണയായി മുന്നോട്ട് പോകുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷേ ഒരു നിമിഷം മതി എല്ലാം നിശ്ചലമാകാൻ. ഇത് ഏതെങ്കിലും വാർഫീൽഡിനെ കുറിച്ചല്ല, നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നതിനെ കുറിച്ചാണ്. സുഗു എന്ന മനുഷ്യൻ പറയുന്ന വാക്കുകൾ പാലിക്കുന്ന ആളായിരുന്നു. വാക്ക് കൊടുത്താൽ അത് പാലിക്കണം, അതായിരുന്നു സുഗു. കഴിഞ്ഞ ശനിയാഴ്ച, അതായത് മിനിയാന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം എനിക്ക് ഉറപ്പ് തന്നിരുന്നു, തിങ്കളാഴ്ച ഇന്ന് രാവിലെ വരാമെന്ന്. പക്ഷേ ഇത്തവണ അദ്ദേഹം വന്നില്ല. വാക്ക് തെറ്റിച്ചതുകൊണ്ടല്ല, ഇനി ഒരിക്കലും അദ്ദേഹം വരില്ല. ഞായറാഴ്ച പുലർച്ചെ എൻ്റെ ദിവസം പതിവ് പോലെ 3:30 ആരംഭിച്ചു. ഫോണിലൊരു മിസ്ഡ് കോൾ കണ്ടു. അപ്പോൾ മറ്റുള്ളവർക്ക് അസമയമായതിനാൽ വാട്സപ്പ് തുറന്നു നോക്കി. അവിടെ ഒരു സന്ദേശം എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ശ്രീ സുഗുവിന് ആദരാഞ്ജലി. അപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ഇതിനകം നമ്മെ വിട്ടുപോയിരുന്നു. ശനിയാഴ്ച എന്നോട് സംസാരിച്ച് കേവലം കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ. ഞാൻ അവസാനമായി സംസാരിക്കുമ്പോൾ ഒന്നും കുഴപ്പമുണ്ടെന്ന് തോന്നിയിരുന്നില്ല. ശനിയാഴ്ച രാത്രി 10:46 വന്ന ആ മിസ്ഡ് കോൾ അദ്ദേഹം ചെയ്തതല്ല, അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൾ. ഞാൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. ഫോൺ എടുത്തത് അവളായിരുന്നു. അവൾ പറഞ്ഞു, ഹാർട്ട് അറ്റാക്ക്. ഒരു ബുദ്ധിമുട്ടും കാണിച്ചിരുന്നില്ല. വളരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പേ ജീവൻ പോയി. കുറച്ച് ദിവസം മുമ്പ് പാങ്ങപ്പാറ ഹെൽത്ത് സെൻ്ററിൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. ഞങ്ങൾ കുടുംബസമേതമാണ് പോയത്. അപ്പോൾ അവിടെ അദ്ദേഹത്തോടൊപ്പം ഈ കൊച്ചുമകളും ഉണ്ടായിരുന്നു. ശ്രീമാൻ സുഗു ഒരു വലിയ ഉദ്യോഗസ്ഥനോ ബിസിനസ്സുകാരനോ അല്ല, ഒരു സാധാരണക്കാരൻ. പക്ഷേ ഞാൻ കണ്ട ഏറ്റവും സത്യസന്ധമായ മനുഷ്യരൊരാൾ. ശ്രീ സുഗു ആദ്യം ഒരു ചുമട്ടുതൊഴിലാളിയായിരുന്നു. പിന്നീട് ചെറിയ സാമൂഹ്യ പ്രവർത്തനങ്ങളും PR ജോലികളും ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരാൾ. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ ജീവിതം പഠിപ്പിച്ച വിദ്യാഭ്യാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷമായി ഞങ്ങളുടെ ലൈസൻസ് സംബന്ധമായ ജോലികൾ ചെയ്തു വന്നിരുന്നത് ശ്രീ സുഗു ആയിരുന്നു. ഒരു മനുഷ്യൻ നല്ലവനാണോ എന്നറിയാൻ വലിയ കാര്യങ്ങൾ വേണം. പണം സംബന്ധിച്ച ചെറിയ സാഹചര്യങ്ങൾ മതി. ആദ്യമായി ഞാൻ അദ്ദേഹത്തിന് ഒരു ലൈസൻസിങ് ജോലി കൊടുത്തപ്പോൾ മുൻകൂർ ഫീസ് പറഞ്ഞുറപ്പിച്ചിരുന്നില്ല. 2 ആഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം ജോലി പൂർത്തിയാക്കി. പക്ഷേ അഡ്വാൻസ് ഒന്നും തന്നെ വാങ്ങിയിരുന്നില്ല. ഞാൻ ഫീസ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ തുക എന്നെ തികച്ചും അത്ഭുതപ്പെടുത്തി. ഞാൻ കണക്കാക്കിയിരുന്ന തുക കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ലൈസൻസ് പുതുക്കാൻ പോകുമ്പോൾ ഈ ജോലിക്ക് മാത്രമല്ല പോയത്, മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു. അതിനാൽ മുഴുവൻ ചെലവും ഇതിൽ നിന്ന് ഈടാക്കുന്നത് ശരിയല്ല. അതാണ് സുഗു. ഇന്ന് നമുക്ക് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന സത്യസന്ധത. സാമ്പത്തികമായി വലിയ സമ്പാദ്യമൊന്നുമില്ല ശ്രീ സുഗുവിന്. ഒരു ദിവസം ജോലി ചെയ്താൽ മാത്രമേ വീട്ടു ചെലവ് നടക്കൂ. പക്ഷേ ജീവിതത്തിൽ പരാതിയേക്കാൾ തൃപ്തിയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഒരു ദിവസം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. യൗവനകാലത്ത്, അറിവില്ലാത്ത കാലത്ത് സുഹൃത്തുക്കളോടൊപ്പം മദ്യവും പുകവലിയും ചെയ്തിട്ടുണ്ടെന്ന്. അത് ആരോഗ്യത്തിന് എത്ര ദോഷമാണെന്ന് അപ്പോൾ അറിയില്ലായിരുന്നു എന്ന്. ഇന്ന് അദ്ദേഹം പല ചെറുപ്പക്കാരെയും ആ വഴിക്ക് പോകുന്നവരെ അദ്ദേഹം ഉപദേശിക്കാറുണ്ട്. കുറച്ച് ദിവസം മുമ്പ് ഒരു അപകടം സംഭവിച്ചു. അദ്ദേഹം സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു ട്രക്ക് വെട്ടിയടിച്ചു. അതിൻ്റെ ഓവർടേക്കിങ്ങിൻ്റെ അദ്ദേഹത്തിൻ്റെ വലത് കൈക്ക് പരിക്ക് പറ്റി. പരിക്ക് അത്ര സാരമായിരുന്നതല്ല, ചെറിയ പരിക്കായിരുന്നു ഉണ്ടായിരുന്നത്. മെഡിക്കൽ കോളേജിലും പാങ്ങപ്പാറ ഹെൽത്ത് സെൻ്ററിലും ചികിത്സയിലായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ പോയി കണ്ടിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരം പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം ഇതിന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ വലിയൊരു പ്രശ്നമാണ്. നമ്മളിപ്പോൾ കാണുന്നവരെ കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരെ, ശ്രീമാൻ സുഗുവിനെ പോലെ നന്മ നിറഞ്ഞവരെ അപ്രതീക്ഷിതമായി നഷ്ടപ്പെടുന്നു. ഇതൊരു വലിയ വാർത്തയൊന്നും ആയിരിക്കില്ല. പ്രൈം ടൈം മീഡിയ ഇത്തരം മനുഷ്യരെക്കുറിച്ച് സംസാരിക്കാറുമില്ല. അവർ വൈറലാകുമ്പോൾ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷേ സമൂഹത്തിലെ നന്മകൾ നിലനിർത്തി അതിനെ നിശബ്ദമായി താങ്ങി നിർത്തുന്നത് ഇത്തരത്തിലുള്ള സാധാരണക്കാരായ എന്നാൽ അസാധാരണ വ്യക്തിത്വമുള്ള മനുഷ്യരാണ്. ചിലർ വലിയ പദവികൾ കൊണ്ട് ഓർമ്മിക്കപ്പെടുന്നു, ചിലർ അവരുടെ സത്യസന്ധത കൊണ്ടും വ്യക്തിത്വം കൊണ്ടുമാണ് ഓർമ്മിക്കപ്പെടുന്നത്. സുഗു അത്തരമൊരു മനുഷ്യനായിരുന്നു. ശ്രീ സുഗു, ആദരാഞ്ജലികൾ.